അനധികൃത തടികടത്തലിനെതിരെ നടപടി കടുപ്പിച്ച് വനം വകുപ്പ്. ഒരാഴ്ചക്കിടെ യാതൊരുവിധ രേഖകളുമില്ലാതെ കടത്തിയ 4 ലോറി തടികളാണ് വനം വകുപ്പ് പിടികൂടിയത്. അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ അധിക ചുമതല വഹിക്കുന്ന കുളത്തൂപ്പുഴ റേഞ്ച് ഓഫീസർ അരുണിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി കൊല്ലം ചാത്തന്നൂരിൽ നിന്നും ടോറസ് ലോറിയിൽ കടത്താൻ ശ്രമിച്ച തേക്ക് തടികൾ പിടികൂടി. കടത്താൻ ശ്രമിച്ച ലോറിയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിടികൂടിയ ലോറിയും തടിയും വനംവകുപ്പ് അഞ്ചൽ റേഞ്ചിൽ എത്തിച്ചിട്ടുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിലുള്ള 3 ലോറികളും തടിയും വനംവകുപ്പ് പിടികൂടിയിരുന്നു. അനധികൃതമായി തടികടത്തൽ വ്യാപകമായി എന്ന പരാതിയിലാണ് നടപടി ആരംഭിച്ചത്. ജില്ലയിൽ ഉടനീളം അനധികൃതമായി പ്രവർത്തിക്കുന്ന നിരവധി യാർഡുകളുണ്ടെന്നും ഇവിടങ്ങൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ തടി കടത്തുന്നതുമായാണ് വനപാലകരുടെ കണ്ടെത്തൽ. അതേസമയം അനധികൃത തടികടത്തലിന് പിന്നിൽ നികുതി വെട്ടിപ്പാണെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. മതിയായ രേഖകളോടെ തടി കൊണ്ടുപോയാൽ GST ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ നൽകേണ്ടി വരും. സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിൽ നിന്നും മുറിക്കുന്ന തടികളാണ് അനധികൃത യാർഡുകളിൽ എത്തിക്കുകയും പിന്നീട് യാതൊരുവിധ രേഖകളുമില്ലാതെ കടത്തുകയും ചെയ്യുന്നത്. ഇത് അന്യ സംസ്ഥാനത്തേക്ക് കടത്തുന്നത് വ്യാജരേഖകൾ നിർമ്മിച്ചാണോ എന്നതടക്കം പരിശോധിക്കുകയാണ് അധികൃതർ. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. നാട്ടുവാർത്ത, അഞ്ചൽ.